എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചാണ് പറയുന്നത്. കാരണം നമുക്ക് ഓരോ ഏജ് കഴിയുന്തോറുമാണ്, അതായത് ഒരു എബോവ് 30 ഇയേഴ്സ് കഴിയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് കുറച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ട് തുടങ്ങുന്നത്. അതായത് ലൈക്ക് പിഗ്മെന്റേഷൻ വരാം, പിന്നെ സൺടാൻ ഒക്കെ വെയിലൊക്കെ ഒരുപാട് കൊണ്ടിട്ട് നമ്മുടെ ആ ഒരു സൺടാൻ പ്രൊജക്റ്റ് ആയിട്ട് വരാം, പിന്നെ പിമ്പിൾസ് അധികമായിട്ട് വരിക, പിന്നെ എന്താ പറയാ, അങ്ങനെ നമ്മുടെ നെറ്റി ഇങ്ങനെ കയറുന്ന പ്രോബ്ലംസ്, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്. നമ്മൾ ഹെയർ കെയറിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യേണ്ടത്, നമ്മുടെ ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ടൈം ടേബിൾ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സ്കിൻ കെയറിന്റെ വീഡിയോ ആണിത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ ഒരുപാട് പേര് സ്വയം ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന രീതി എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഫസ്റ്റ് ഉള്ള ഒരു ഡൗട്ടാണ്, എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഫേസ് വാഷും ബാത്ത് പൗഡറും രണ്ടും ഒന്നാണോ, രണ്ടും ഉപയോഗിച്ച് നമുക്ക് മുഖം ഫേസ് വാഷ് ചെയ്യാമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ള ഉത്തരം തന്നെ ആദ്യം പറയാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ബാത്ത് പൗഡർ എങ്ങനെ, ഈ പറയുന്ന പ്രോഡക്ട്സുകളെല്ലാം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ബാത്ത് പൗഡർ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു സോപ്പ്, അതായത് ഒരു ബോഡി വാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ബാത്ത് പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. ബാത്ത് പൗഡർ യൂസ് ചെയ്യുമ്പോൾ സാധാരണ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലിലോ തൈരിലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കൂടെ നമുക്ക് കിട്ടും. സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ട് മാറാനായിട്ടും സഹായിക്കും. അപ്പോൾ ബാത്ത് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ഏതിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നോർമൽ വെള്ളത്തിൽ തന്നെയാണ്. കാരണം എൻ്റെ സ്കിന്ന് ഡ്രൈയും അല്ല, നോർമൽ സ്കിന്നാണ് എൻ്റെത്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് ദേഹം മുഴുവൻ ഫസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഈ പാക്ക് ദേഹം മുഴുവനും ഇടും. എന്നിട്ട് ഒരു 2-3 മിനിറ്റ്സ്. എൻ്റെ ഒരു സ്വഭാവം വെച്ചാണെങ്കിൽ ഭയങ്കര ഒരുപാട് നേരം ബാത്റൂമിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തെങ്കിലും അറിയാം, മൊബൈലിൽ എന്തെങ്കിലും ലൂഡോയോ അങ്ങനെ എന്തെങ്കിലും ഗെയിം വെച്ചിട്ട് ചുമ്മാ ഇടുന്ന് കളിച്ചുകൊണ്ടിരിക്കും. ഈ കൈയുടെ ഈ ഭാഗത്ത് മാത്രം ഇടത്തില്ല, ബാക്കി എല്ലാം വിരലിവിടെയൊക്കെ ഫുള്ളായിട്ടും ഇടും. കയ്യിലും കാതിലും മുഖത്തിലും കഴുത്തിലും ഒക്കെ ഇടും. എന്നിട്ട് ആ ഭാഗത്തിൽ ചുമ്മാ ഒരു 5 മിനിറ്റ് ഒന്ന് കളിച്ചോണ്ടോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും ഡ്രൈ ആവത്തില്ല, ചെറുതായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങത്തേ ഉള്ളൂ. അപ്പോഴേക്കും റൗണ്ട് ആയിട്ട് കൈയും മുഖവും കാതും കഴുത്തും എല്ലാം നല്ല കാലും ഒക്കെ നല്ല ഭംഗിയായിട്ട് റൗണ്ട് ആയിട്ട് തേച്ചിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കളയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട. നമ്മുടെ ഫേസ് വാഷ് സോപ്പ് ഉണ്ടല്ലോ, അപ്പൊ സോപ്പ് വെച്ചിട്ട് ഒരു ചേച്ചി അങ്ങനെ സോപ്പ് ഉപയോഗിക്കാമോ? അങ്ങനെയല്ല, അതിനുശേഷം സോപ്പ് നിങ്ങൾ ഉപയോഗിക്കേണ്ട. സോപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ സോപ്പ് മാത്രമായിട്ട് ഉപയോഗിക്കുക, പാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾ 2 എണ്ണം. ഇപ്പോൾ എക്സാക്ട്ലി ഫേസ് വാഷ് നമ്മുടെ ബാത്ത് പൗഡറിന് എക്സാക്ട്ലി ഒരേ ഇതാണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പൗഡർ ഉപയോഗിക്കുന്ന റിസൾട്ട് വേറെയാണ്, സോപ്പ് ഉപയോഗിക്കുന്ന റിസൾട്ട് വേറെയാണ്. എന്നാൽ രണ്ടിനും നല്ല റിസൾട്ടും ഉണ്ട്. നമ്മൾ ഫേസ് വാഷ് പൗഡറൊക്കെ അധികമായിട്ട് ചേർത്തിട്ട് തന്നെയാണ്. ഫേസ് വാഷ് സോപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്യാനായിട്ട് മാത്രമുള്ളൊരു സോപ്പല്ല, കുളിക്കാനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോപ്പാണ് ഫേസ് വാഷ് സോപ്പ്. ഓക്കെ, അപ്പോൾ ബാത്ത് പൗഡർ നമുക്ക് ഈ ഒരു രീതിയിൽ ദേഹം മുഴുവനായിട്ടും പുരട്ടി കഴുകിക്കളയാം. കഴുകിക്കളയുന്ന സമയത്ത് ഒന്ന് റബ്ബ് ചെയ്തിട്ട് കഴുകിക്കളയുക. ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട്. സ്കിന്നിലുണ്ടാവുന്ന ഇച്ചിങ് പ്രോബ്ലംസ്, സോറിയാസിസ് പോലുള്ള പ്രോബ്ലംസ്, അങ്ങനെ സ്കിന്നിലുണ്ടാവുന്ന എല്ലാ പ്രോബ്ലംസിനെയും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉപയോഗം കൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ബാത്ത് പൗഡറിനുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബാത്ത് പൗഡർ യൂസ് ചെയ്യേണ്ടത്. പലർക്കും ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്തത് ഫേസ് വാഷ് അല്ല. ഓക്കെ, ബാത്ത് പൗഡർ തന്നെ മുഖത്തും അപ്ലൈ ചെയ്യാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. കാരണം ബാത്ത് പൗഡർ മുഖത്തും ദേഹത്തും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ കുളിക്കുന്ന സമയത്ത് മുഖത്തും കൂടെ ചേർത്തിട്ട് തന്നെയല്ലേ ബാത്ത് പൗഡർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബാത്ത് പൗഡർ ഫേസിലും അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പിന്നെ ബാത്ത് പൗഡറും ഫേസ് വാഷും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അങ്ങനെയാണെങ്കിൽ ബാത്ത് പൗഡർ മാത്രം യൂസ് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്നവർക്ക്, ഫേസ് വാഷ് എക്സാക്ട്ലി ബാത്ത് പൗഡർ കമ്പോണൻസ് അല്ല നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ഫേസ് വാഷിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അതിനകത്ത് നമുക്ക് ഈ മുഖക്കുരു, കറുത്ത പാടുകൾ എന്നിവ പോകാൻ വേണ്ടിയിട്ടുള്ള മാസിക്ക പോലുള്ള സംഭവങ്ങൾ നമ്മൾ ഫേസ് വാഷിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ
മരമഞ്ഞൾ ഞാനത് കാണിച്ചിട്ടില്ല, പക്ഷെ മരമഞ്ഞളും ഒക്കെ നമ്മൾ ഫേസ് വാഷിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും ഒൺലി ഫോർ ഫേസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അതൊരു ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പൊ ബാത്ത് പൗഡർ ഞാൻ ആഴ്ചയിൽ ഒരു 7 ദിവസം ഉണ്ടെങ്കിൽ ഒരു 3 ദിവസം ബാത്ത് പൗഡർ ഉപയോഗിച്ച് കുളിക്കും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് സോപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള 4 ദിവസം സോപ്പ് ഉപയോഗിച്ച് കുളിക്കും. കാരണം അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചില ദിവസങ്ങളൊക്കെ ഭയങ്കര സമയം ഉണ്ടാവും, ചില ദിവസം അത്രയും സമയം ഉണ്ടാവത്തില്ല. അപ്പൊ സമയം ഉണ്ടാകുന്നതും സമയമില്ലാത്ത ദിവസങ്ങളിലൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിത് കുളിക്കാവുന്നതാണ്. അടുത്ത ഫേസ് വാഷ് എന്ന് പറയുന്നത്, ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്ക് 2 നേരം എന്തായാലും മുഖം വാഷ് ചെയ്യണം. മുഖം ഒരുപാട് ആവശ്യമില്ലാതെ മുഖം ഇട്ട് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു നേരം മാത്രം മുഖം വാഷ് ചെയ്താലും മതി. പക്ഷെ നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയതുകൊണ്ടും ഹെർബൽ ആയതുകൊണ്ടും നിങ്ങൾ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചിലരൊക്കെ പറയാറുണ്ട്, ചേച്ചി ഫേസ് വാഷ് പൗഡർ ഇടുമ്പോൾ മുഖം ഒന്ന് തടിച്ചു വരുന്നത് പോലെ തോന്നുന്നു, വീർത്ത് ഒരു ചുമന്ന് തിണർത്ത് വരുന്നത് പോലെ തോന്നുന്നു എന്ന് പറയാറുണ്ട്. അത് ചിലർക്ക് അതിലുള്ള മാസിക്കായുടെ കണ്ടന്റോ അല്ലെങ്കിൽ ഒരു പക്ഷേ കസ്തൂരിമഞ്ഞളിന്റെ കണ്ടന്റോ ആയിരിക്കും ചെറുതായിട്ടൊന്ന് വീർത്ത് വരാനായിട്ട് കാരണമാകുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം പിന്നെ അത് അപ്ലൈ ചെയ്യാതെ ഐസ് ക്യൂബ്സ് വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം വീണ്ടും അപ്ലൈ ചെയ്യണം. ചെയ്യാതിരിക്കരുത്. ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ചെവിയുടെ ഈ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നുമായിട്ട് സ്യൂട്ട് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ 2ാമത്തെ ദിവസം ഇടുമ്പോഴും നമുക്ക് ആ ഒരു ചൊറിച്ചിലും ആ ഒരു തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. 99.9% ആൾക്കാർക്കും റിയാക്ഷൻ ഉണ്ടാകില്ല. പക്ഷെ ഒരു 1%, ആ ഒരു 0.51% ആൾക്കാർക്ക് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റ് അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് യൂസ് ചെയ്ത്, ഇവിടെയാണ് ഏറ്റവും നല്ല ഭാഗം, റിയാക്ഷൻ പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. റിയാക്ഷൻസ് ഉണ്ടാകില്ല എങ്കിലും നമ്മൾ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ അല്ലല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഫേസ് വാഷ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇട്ട ഉടനെ വാഷ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇല്ല കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് വെച്ചതിന് ശേഷം മുഖം വാഷ് ചെയ്ത് കഴുകി കളഞ്ഞാൽ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഒരുപാട് പേര് ചേച്ചി മഞ്ഞൾ ഇട്ടതുപോലെ ഒരു ഫീൽ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കസ്തൂരി മഞ്ഞളിന്റെ അളവ് കുറവും മരമഞ്ഞളിന്റെ അളവ് കൂടുതലുമായിട്ടാണ് ചേർക്കുന്നത്. ഇപ്പം മരമഞ്ഞളാകുമ്പോഴത്തേക്ക് ആൺകുട്ടികൾക്കും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞളുടെ കണ്ടന്റ് അധികം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ മരമഞ്ഞളാണ് അധികമായിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ് വാഷ് നിങ്ങൾക്ക് ഡെയിലിയും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു പ്രോബ്ലമും ഇല്ല. ഇനി നമുക്കുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ് പൗഡർ, മഞ്ചിഷ്ട പാക്ക്. ഇത് രണ്ടുമാണ് അടുത്ത 2 പ്രോഡക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ സ്കിൻ വൈറ്റനിങ് പാക്ക്, മഞ്ചിഷ്ട പാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, രണ്ടും ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇന്ന് മഞ്ചിഷ്ട ഇടാം, നാളെ സ്കിൻ വൈറ്റനിങ് ഇടാം. അപ്പൊ ചിലർ ചോദിക്കും, ചേച്ചി ഡെയിലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുവാണെങ്കിൽ, നിങ്ങൾ ഡെയിലി സ്കിന്നിൽ ഒരുപാട് പിഗ്മെന്റേഷൻ ഉള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് 1 മന്ത് ഡെയിലി അപ്ലൈ ചെയ്തിരിക്കണം. ഇനി സ്കിന്നിൽ അങ്ങനെ പിഗ്മെന്റേഷനോ കറുത്തപാടുകളോ ഒന്നുമില്ല, ചെറിയതായിട്ടൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം മാത്രം നിങ്ങൾ സ്കിൻ വൈറ്റനിങ് പാക്കോ മഞ്ചിഷ്ടയോ ഉപയോഗിച്ചാൽ മതി. ഞാനാണെങ്കിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കാറുണ്ട്. കാരണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പക്ഷെ നൗ ഐ ആം ക്രോസിംഗ് 40. അപ്പോൾ 40 കഴിഞ്ഞ് വരുവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് പിഗ്മെന്റേഷൻ പോലുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസം ഫേസിൽ ഒന്ന് പാക്ക് ഇട്ട് കൊടുക്കും. ഞാൻ തൈരിലാണ് ഇടുന്നത്. എനിക്ക് തൈരിലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് എന്താണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്ക്. മഞ്ചിഷ്ടയാണെന്നുണ്ടെങ്കിൽ മഞ്ചിഷ്ട നമ്മൾ എപ്പോഴും പ്ലെയിൻ വാട്ടറിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ പാലിലോ ഹണിയിലോ മിക്സ് ചെയ്യുന്നതാണ് മഞ്ചിഷ്ട ഏറ്റവും നല്ലത്. നമ്മുടെ മഞ്ചിഷ്ട എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മഞ്ചിഷ്ട അല്ല, അതിനകത്ത് ഒരുപാട് കണ്ടൻസ് അടങ്ങിയിട്ടുള്ള മഞ്ചിഷ്ടയാണ്. നിങ്ങൾക്ക് ഇനി ഈ പ്രോഡക്റ്റ് ഒക്കെ വേണം, വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് ഓവർ പിഗ്മെന്റേഷൻ ഉള്ളവരാണെങ്കിൽ ഇന്ന് മഞ്ചിഷ്ട നാളെ സ്കിൻ വൈറ്റനിങ്, ഇന്ന് മഞ്ചിഷ്ട നാളെ സ്കിൻ വൈറ്റനിങ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ 1 മന്ത് കണ്ടിന്യൂസ് ഇടുക. കൃത്യമായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. പെട്ടെന്ന് നല്ലൊരു മാറ്റം ഉണ്ടാകും. ചിലർക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടും, ചിലർക്ക് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കാരണം നമ്മൾ കെമിക്കൽസ് ഒക്കെ അപ്ലൈ ചെയ്ത് ശീലിച്ചവരാണെങ്കിൽ നമുക്കത് റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ച് ലേറ്റ് ആകും. നിങ്ങൾ ക്ഷമയോടുകൂടി ചെയ്യുക. ഹെർബൽസിന് നമുക്ക് എപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ്, ഭയങ്കര ക്ഷമയോടുകൂടി ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സ്കിൻ വൈറ്റനിങ് പാക്ക് മഞ്ചിഷ്ട. പിന്നെ ഐ പാക്കും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നത് പൊട്ടറ്റോ ജ്യൂസിലോ ക്യുക്കുംബർ ജ്യൂസിലോ അല്ലെങ്കിൽ ഗ്രീൻ ടീയിലോ മിക്സ് ചെയ്ത് കണ്ണിന് ചുറ്റും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. ഒരു മാക്സിമം 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. ഉണങ്ങാൻ അനുവദിക്കേണ്ട. അതിനു മുമ്പ് നോർമൽ വാട്ടറിൽ നമുക്ക് വാഷ് ചെയ്ത് കളയാം.
അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കത് ഉപയോഗിക്കാം. പിന്നെ ഹെയർ റിമൂവൽ പാക്ക് ഉണ്ട്, ഹെയർ ഒക്കെ കളയാനുള്ളത്. അത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. എവിടെയാണോ ഹെയർ അധികമായിട്ടുള്ളത് ആ ഭാഗങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ഉണങ്ങി കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹെയർ ഫോൾ, ആ ഒരു ഹെയർ പെട്ടെന്ന് മഞ്ഞ മുഖത്ത് നിന്ന് പോകാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി ഞാൻ കൃത്യമായിട്ട് എല്ലാ മാസവും അങ്ങനെ ഫോളോ ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ല. ചില ദിവസങ്ങളിൽ നമുക്കിപ്പോൾ ഭയങ്കര എന്ത് പറയുന്നത് ബിസിയാണ്, എന്തെങ്കിലും തിരക്കാണ്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പാക്കുകളോ ഒന്നും ഇടാറില്ല. ജസ്റ്റ് ആ സോപ്പ് ഉപയോഗിച്ചാണ്, നമ്മുടെ ഫേസ് വാഷ് സോപ്പോ ചാർക്കോൾ സോപ്പോ, എന്തെങ്കിലും മുമ്പൊക്കെ ആണെങ്കിലും ബിസി ആയിരുന്നാലും എന്തെങ്കിലും പൗഡർ പെട്ടെന്ന് ഇട്ടിട്ട് കഴുകി കളയാണ്. സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തേക്കുമായിരുന്നു. ഇത് പിന്നെ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മുടെ തന്നെയാണ്, ഒരു പ്രോബ്ലം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കഴുകുമ്പോഴും നമുക്കൊരു ഓക്കെ സാറ്റിസ്ഫൈഡ് ഫീലിങ്സ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഡൗട്ട്സ് ഒക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഡൗട്ടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടുവാണ്. കാരണം ഓരോരുത്തരും ഡൗട്ട് ചോദിക്കുമ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ഈ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ ചെയ്യുന്നത്. ഈ റൊട്ടീൻ അനുസരിച്ച് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ പ്രോഡക്ട്സ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമന്റ് ഇടാൻ അങ്ങനെ അധികം പേരും കമന്റ് ഇടാറില്ല. നിങ്ങൾ മാക്സിമം കമന്റ്സ് ഒക്കെ ഇടുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കാം. പ്രോഡക്റ്റ്സ് ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വിളിക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.